ഹായ് ഹലോ, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നന്നായിട്ടൊരു സാരി ഡ്രൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഓണമാണ്, അതുപോലെ തന്നെ കല്യാണ സീസണൊക്കെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് സാരി ഉടുക്കാൻ എല്ലാവരും ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അമ്മയാണ് ഉടുത്ത് കാണിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആൾ ചെയ്യുന്നുണ്ട്. സാരി ഓൾറെഡി ഉടുത്ത് വെച്ച കാരണം കൊണ്ട് കുറച്ച് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും, ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലും കൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിന് ഓണക്കാലൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും അങ്ങനെ എല്ലാവർക്കും സാരി ഉടുക്കാൻ അറിയാം. അപ്പോൾ പലരും പല ടൈപ്പിലാണ് ഉടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഓണക്കാലൊക്കെ ആകുമ്പോൾ കേരള സാരിയൊക്കെയാണല്ലോ നമ്മൾ ഉടുക്കുക. അപ്പോൾ ഞാനത് ഒരെണ്ണം ഉടുത്ത് കാണിച്ചു തരാം. ഞാൻ ഉടുക്കണ രീതിയാണ് കേട്ടോ. ഞാൻ കേരള സാരി. നമ്മളിപ്പോൾ ഫസ്റ്റ് സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ തുമ്പുവശം ഉണ്ടല്ലോ, ഈ തുമ്പുവശം കുറച്ച് ഇങ്ങനെ കയറ്റുക. അത് എന്തിനാന്ന് വെച്ചാൽ അത് ചവിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ നടക്കുമ്പോൾ ചവിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിലവർ ഇവിടെ ഇങ്ങനെ കെട്ടും. പക്ഷെ ഞാൻ കെട്ടാറില്ല. അങ്ങനെ അത് ഇത്തിരി രണ്ട് അടക്കം ഇങ്ങനെ കയറ്റിയിട്ട് അത് ഇങ്ങനെ ഇവിടെ കുത്തുക. പിന്നെ അത് കഴിഞ്ഞാൽ അത് ഈ മുൻവശത്ത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെയാക്കുക. അത് നമ്മളെ ഹൈറ്റ് നോക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടാ ചെയ്യണം. ഞാൻ പക്ഷേ ചെരുപ്പൊന്നും ഇടാറൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ തിരിഞ്ഞ് ഇവിടെയൊക്കെ ഇതേപോലെ ഇങ്ങനെ 4 വശം ഒരേപോലെ ഇങ്ങനെ കുത്തുക. അപ്പോൾ നമ്മൾ ഹൈറ്റ് നോക്കണം. അപ്പോൾ ഈ സൈഡ് ഫസ്റ്റ് കുത്തിയ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ വരെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കാലിങ്ങനെ അകത്തി വെക്കുക. ഈ അകത്തി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സാരി ഉടുത്ത് കഴിഞ്ഞാൽ നടക്കുമ്പോൾ അങ്ങനെ തടയില്ലേ, തടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം. ഞാൻ ഇങ്ങനെ കാലകത്തി വെക്കും. അപ്പം അത്ര ഇത് കിട്ടുള്ളൂ, അടിയിൽ സ്ഥലം കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ സാധാരണ ഇപ്പുറത്തേക്ക് ഈ തലയുടെ വശം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാനത് പ്ലേറ്റ് എടുക്കുക ചെയ്യുക. അപ്പോൾ പ്ലേറ്റ് സാധാരണ ഒരു 4 വിരല് വീതിയിൽ ഇങ്ങനെ എടുക്കും. എന്താ പറയുക, എത്രത്തോണ്ട് എടുക്കാൻ പറ്റണമെന്നുള്ള ഇതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ഞാൻ ഉടുക്കണ രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്കങ്ങനെ വലിയ ഇങ്ങനെ പറയാൻ ഓരോരുത്തർ ചെയ്യണ പോലെ ചെയ്യാനൊന്നും കറക്റ്റ് അറിയില്ല. പക്ഷെ ഞാൻ ഉടുക്കണത് ഈ രീതിയാണ്. ഇങ്ങനെ ഫ്ലേറ്റ് ഇങ്ങനെ എടുക്കും. ഇങ്ങനെ ഫ്ലേറ്റ് എടുക്കും. എന്നിട്ട് ഞാൻ ഇതൊന്നും ഇങ്ങനെ ഞാനൊരു സാധാരണ പോലെയാണ് ട്രാൻ ചെയ്യണത്. എനിക്ക് അത്ര നല്ല ഞാനത് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര തല വേണം എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെ സൂചി കുത്തുക. നമുക്ക് ഈ ഫ്ലീറ്റിന് എത്ര വീതി വേണം, എത്ര വീതി വേണ്ട എന്നുള്ളതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇതുണ്ട്. പക്ഷെ എൻ്റെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത്ര ചെയ്യാറുണ്ട്. പിന്നെ ഞാനിത് ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കും. എന്നിട്ട് പിന്നെ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് ഒന്നുകൂടി ഫിനിഷ് ചെയ്യും കേട്ടോ. ഈ പ്ലേറ്റുള്ള സ്ഥലം കുറച്ചും കൂടി ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പിൻവശമൊക്കെ ഇങ്ങനെ കറക്റ്റ് ഈ കസവൊക്കെ അങ്ങനെ ശരിക്കും ഇങ്ങനെ ചുളിയാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്യും.
ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പാവാട അടക്കം നമ്മൾ പിൻ ചെയ്യും. എന്നാലും അത് ഇവിടെ എന്നിട്ട് ആ സൂചി ഇങ്ങനെ നീക്കി. അപ്പോൾ ഇവിടെ കറക്റ്റ്. പിന്നെ ചില ആൾക്കാർ ഇവിടുന്ന് ഫ്ലീറ്റ് എടുക്കണവരുണ്ട്, ഈ സൈഡിൽ നിന്ന് ഫ്ലീറ്റ് എടുക്കണവരുണ്ട്. ചില ആൾക്കാർ ഇവിടുന്ന് ഫ്ലീറ്റ്, അത് ഞാൻ ഇവിടുന്ന് എടുക്കാറ്. എനിക്ക് ഇവിടുന്ന് ആണ് ഞാനിങ്ങനെ എടുത്തിട്ട് എനിക്ക് ഒരു ഇത്. അപ്പം ഞാനത് ഫ്ലീറ്റ് എടുത്തരാം. ഈ എന്താ പറയുക, ഈ 4 വിരലിൻ്റെ ലെവലിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എത്രത്തോണ്ട് നമുക്ക് വീതി വേണം ഫ്ലീറ്റിന്, എത്രത്തോണ്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ ഓരോരുത്തർ ചെയ്യണതിൻ്റെ അനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. ഇപ്പോൾ സാരിക്ക് ഇത് ഇത്തിരി നീളം കൂടുതലാണ്, സാരി എനിക്ക് കുറച്ച് കൂടുതൽ ഫ്ലീറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്കത് അധികമാണ് ശരിക്ക്. ഇപ്പോൾ പുതിയ സാരി ആയ കാരണം പിന്നെ ഈ ഫ്ലീറ്റുകളൊക്കെ ഈ തുമ്പത്തുനിന്ന് ശരിക്ക് ഒരേപോലെ പിടിക്കുക. എന്നിട്ട് നമ്മളെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടയും. അപ്പോൾ കുടയുമ്പോൾ കുറേയൊക്കെ ലെവലാവും. പിന്നെ നമ്മളത് ശരിക്ക് ഇങ്ങനെ ഒതുക്കണം. നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണേ വിചാരിച്ചാൽ കുറച്ചും കൂടി, പക്ഷെ എനിക്ക് ചെരുപ്പിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുള്ളത്. ഞാൻ ചെരുപ്പൊന്നും ഇവിടെ നമ്മളിങ്ങനെ ഒപ്പം പിടിക്കുക, അല്ലെങ്കിൽ അടിയിലേക്ക് ഇങ്ങനെ തൂങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്നിച്ച് ഒപ്പം പിടിക്കുക. പിന്നെ എല്ലാ ഫ്ലീറ്റ്സും ഓരോന്നോരോന്നായിട്ട് നമ്മൾ തെറ്റാണ്ട് എടുക്കുക. നമ്മൾ ഈ ഫസ്റ്റ് കുത്തിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഈ ലാസ്റ്റിൽ നമ്മൾ എടുക്കണം. അത് ഈ കുത്തിയതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഈ സൈഡിലേക്ക് കുത്തുക. കുത്തിയ ശേഷം നമ്മൾ ഈ ഫ്ലീറ്റ്സുകളൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് നമ്മളിത് കറക്റ്റ് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഈ അടിയിലത്തെ ഉള്ളിലേക്ക് തള്ളിയിട്ടുള്ള ആ വശമുണ്ടല്ലോ, ഈ ഫ്ലീറ്റ്സിൻ്റെ ഉള്ളിലേക്കുള്ളത്, ആ ഉള്ളിലത്തെ അതിങ്ങനെ പിൻ ചെയ്യുക. മുകളിലത്തെ അപ്പോൾ ചെയ്യരുത്, ഇപ്പം അത് ചെയ്യുക. അപ്പം നമുക്കവിടെ ആ ഇതിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇതിങ്ങനെ ചെയ്യാം. ശരി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ പ്ലീറ്റ്സൊക്കെ ശരിക്ക് ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് പിന്നെ അതിങ്ങനെ ഒതുക്കുക. പിന്നെ അടിയിലൊക്കെ വലിച്ച് കറക്റ്റാക്കുക. ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം
ആയിരിക്കും. അത് ഈ പുതിയ സാരി കാരണം അതിൻ്റെ ഒരു മടക്കിടയിൽ വരുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് പിന്നെ ലൈറ്റ് വിരിഞ്ഞ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൂചി ഇവിടെ കുത്തിയിട്ടുണ്ടല്ലോ, അതൊന്ന് വലിച്ച് അതിങ്ങനെ വലിച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാത്രം ഇങ്ങനെ കുറച്ച് തള്ളി നിർത്തിക്കും. ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി നിർത്തിയിട്ട് ഇത് ഇപ്പുറത്തേക്ക് ഇവിടെ ഈ അടിയിൽ എല്ലാം കൂടിയിട്ട് ബ്ലൗസിനോട് കൂടിയിട്ട് ചേർത്തി കുത്തും. ഞാൻ ഇപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെയൊക്കെ കറക്റ്റ് ശരിയാക്കുക. ഞാൻ ഇങ്ങനെയാണ് എൻ്റെതായ മോഡലിൽ ഞാൻ സാരി ഉടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും പറയുക. ഇതാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് ബ്ലൗസ് ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടിട്ടാണ് ഞാൻ സാരി എടുത്തത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടുള്ള ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇത് ഇങ്ങനെയാണ് ഞാൻ പോവുക. യാത്ര എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്നും കണ്ടു നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കുക, കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ എല്ലാവർക്കും ടാറ്റാ.